ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അംബർല ടോപ്പിന്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിന്റെ ബാക്കിയായിട്ടാണ് ചെയ്യുന്നത്. പാർട്ട് 2 അംബർല ടോപ്പിന്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു യോക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫ്രണ്ടിലത്തെ ഈ ഒരു പീസാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കണം. പിന്നെ ഈ ഒരു തുണിക്ക് ഫ്രണ്ടോ ബാക്കോ ഇല്ല, അതായത് നല്ല വശവും ചീത്ത വശവും ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ, നല്ല വശവും ചീത്ത വശവും ഉള്ള തുണിയാണെന്നുണ്ടെങ്കിൽ നല്ല വശത്തിൻ്റെ പുറത്തേക്ക് വേണം നമ്മൾ ലൈനിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മറിച്ചിടുമ്പോൾ ചീത്ത വശത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ലൈനിങ് പോവും കേട്ടോ. നല്ല വശം നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഒരു തുണിക്ക് നല്ല വശം ചീത്ത വശം അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് ഏത് വശത്ത് വേണമെങ്കിലും ഇട്ട് ഈ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇവിടുന്നേ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇതൊക്കെ നമ്മൾ നോർമലി ഒരു ടോപ്പ്, അതായത് ലൈനിങ് ഉള്ള ഒരു ടോപ്പ് തയ്ക്കുമ്പോൾ ലൈനിങ് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണോ ആ രീതിക്ക് തന്നെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഇങ്ങനെ കട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം, തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചെടുത്തിട്ടൊന്ന് പതിച്ചടിക്കണം. ഇതിൻ്റെ പുറത്തുകൂടി ഒന്ന് നമുക്ക് പതിച്ചടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ ആം ഹോളും അതുപോലെ തന്നെ ഈ താഴത്തുമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ്ങുമായിട്ട് ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്ക് അടുത്ത വശവും ഇതുപോലെ തന്നെ തയ്ക്കണം. പക്ഷേ അതിന് മുന്നേ ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ നീളത്തിനൊരു പീസ് തുണി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു റാപ്പ് ഡ്രസ്സ് മോഡലിലാണ് ഇത് തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചരട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കണ്ടോ. എന്നിട്ട് ഈ ഒരു തുമ്പത്ത് നമുക്ക് സ്റ്റിച്ച് ഇടണം. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ഇടുന്നത്. എന്നിട്ട് ആ നൂല് പൊട്ടിക്കാതെ കുറച്ച് വലിപ്പത്തിന് തന്നെ ഇങ്ങോട്ട് ഇങ്ങനെ നീളത്തിനിങ്ങനെ എടുക്കണം. എന്നിട്ടത് ആവശ്യത്തിന് നീളത്തിനെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കണം. എന്നിട്ട് നമുക്കതിൻ്റെ ഇപ്പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ താഴത്തെ നൂലൊന്നും നമ്മൾ കട്ട് ചെയ്ത് മാറ്റരുത് കേട്ടോ. നമ്മൾ ഉള്ളിൽ കൂടി ഇട്ട് ആ നൂല് കട്ടായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് ഇത് സൈഡിലൂടെ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി ആ താഴത്തെ നൂല് പിടിച്ചിട്ടൊന്ന് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് മുകളിലൂടി ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഈ കെട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചരട് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കിത് ചെയ്ത് നോക്കിയപ്പോൾ നല്ല നീറ്റായിട്ട് വരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഞാനത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 ചരടാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആ ഒരു യോക്ക് പാർട്ടിൻ്റെ ആ ഒരു ഫ്രണ്ടിലത്തെ അടുത്ത ആ ഒരു പീസ് ഇതുപോലെ നമുക്ക് ഒന്ന് ലൈനിങ്ങും ഈ ഒരു മെയിൻ ക്ലോത്ത് കൂടി തമ്മിലൊന്ന് യോജിപ്പിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇങ്ങനെ വച്ച് നോക്കണം ഏത് ഭാഗത്താണ് നമ്മൾ ലൈനിങ് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നല്ല ഭാഗത്തോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്.
വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു അറ്റം വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അറ്റം എത്തുമ്പോൾ കുറച്ചുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ആ ഒരു അറ്റത്ത് എത്തുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ചരടുണ്ടല്ലോ, ആ ചരട് ഒരെണ്ണം എടുത്ത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത്രയും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചരട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ആ ഒരു ഉള്ളിലേക്ക്, അതായത് ലൈനിങ്ങിൻ്റെയും ഈ ഒരു തുണിയുടെയും ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. ബാക്കി കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് മാറ്റാം. അപ്പോൾ 1-2 സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, അതിൻ്റെ പുറത്തുകൂടി. അപ്പോൾ അങ്ങ് വിട്ടു പോരൂല. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1-2 സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലും ചെറിയ ചെറിയ കട്ടൊക്കെ കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചെടുക്കുക. ഇങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അപ്പം നമുക്കിത് നല്ല നീറ്റായിട്ട് വരും കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ പുറത്തുകൂടി, അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ പുറത്തുകൂടി ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ. നമുക്കിതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നും. പക്ഷേ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കൈക്കുഴിയും അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ ഒരു ബാലൻസ് ഉള്ളത്, ആ ഒരു ലൈനിങ്ങിൻ്റെ പീസ് കുറച്ച് ബാലൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു താഴത്തുണ്ടല്ലോ, ഈ ഒരു താഴത്തൊന്ന് മടക്കി ഒന്ന് അടിച്ചെടുക്കാം. അതങ്ങനെ മടക്കി അടിക്കണം കേട്ടോ. ഞാനൊന്ന് ഉള്ളിലേക്ക് വെച്ചൊന്ന് മടക്കി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ടൊന്ന്. ഇപ്പോൾ നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 പീസും കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. എന്നിട്ട് ഈ ഒരു അറ്റത്ത് നിന്ന് നമുക്ക് ഒരു 2 ഇഞ്ചോളം നമുക്ക് ഒന്ന് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് വേണം ഇതിങ്ങനെ വരാൻ വേണ്ടിയിട്ട്. 2 ഇഞ്ച് വിട്ടിട്ട് വേണം ഈ ഒരു അറ്റം ഇതിൻ്റെ പുറത്തേക്ക് വരാൻ. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് കുറച്ച് ഭാഗം ഒന്ന് വിട്ടിട്ട് നമുക്കിതാ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ ഒരു നെക്ക് വരുന്നില്ലേ, ആ ഒരു നെക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ഭാഗം, ഈ ഒരു താഴത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
പിന്നെ ഇതിനകത്ത് പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ചൊന്ന് താഴത്തൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആ 2 പീസും തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ബാക്കിലത്തെ ഈ ഒരു പീസ് എടുക്കാം. ഇതിന് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായില്ല, അപ്പോൾ അതിന് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിടുക. എന്നിട്ട് നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ നമ്മുടെ 2.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യണം. അതിന് ശേഷം നെക്കിൻ്റെ ഇറക്കം ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു 1.5 ഇഞ്ചാണ് കേട്ടോ, നെക്കിൻ്റെ ഇറക്കം ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് നെക്കിൻ്റെ ഇറക്കം എന്നിട്ട് 1.5 ഇഞ്ച് ഇറക്കം ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ ചരിച്ചിങ്ങനെ വരയ്ക്കണം. ഇതാ ഇങ്ങനെ ഒന്ന് ആ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും തമ്മിൽ ഒന്ന് ചരിച്ചിങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ബാക്കിൽ ഒരുപാട് വൈഡായിട്ടുള്ള നെക്കല്ല, ചെറിയൊരു നെക്കാണ് കേട്ടോ. അതിൻ്റെ പുറത്തേക്ക് നമുക്കിനി ലൈനിങ് ഇട്ട് കൊടുക്കാം. ഈ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പം ഞാനത് ഡീറ്റെയിൽഡായിട്ടൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ചെറിയ കട്ടിങ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചെടുത്ത് പതിച്ചടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ പതിച്ചടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും ഒക്കെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഷോൾഡർ, അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ച് ഒന്ന് ഷോൾഡർ ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ പറയണ്ടല്ലോ, നേരത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ ഒരുമിച്ച് വെച്ചിട്ട്, അതായത് ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചൊന്ന് ഷോൾഡർ അടിച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഷോൾഡറൊക്കെ അടിച്ചെടുത്തു. ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. സ്ലീവൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ലീവിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനും ഷോൾഡറിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനും കൂടി വെച്ചിട്ട് ഓരോ വശം വീതം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ 2 സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിൻ്റെ അരികും അടിച്ചു കൊടുത്തു കേട്ടോ. കണ്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു മുകളിലത്തെ പാർട്ടിലും അതുപോലെ ഈ ഒരു താഴത്തെ പോർഷനിൽ നമുക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ അപ്പുറത്തെ വശത്ത് ഇട്ടിട്ടുണ്ട്, പക്ഷേ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെയും നമ്മൾ നോർമലി പ്ലീറ്റ്സ് ഇടില്ലേ, അതുപോലെ ചെറിയ പ്ലീറ്റ്സ് ഒരു 4 5 ഒക്കെ ഇട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഭാഗത്ത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇവിടെയും ചെറുതായിട്ടൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള തുണി നമുക്ക് എന്തായാലും ഇതിനകത്ത് കാണും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ താഴത്തെ ബോട്ടം പാർട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിന് ലൈനിങ്ങും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരുമിച്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു യോക്ക് പാർട്ടിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഇതിനെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇത് ഒഴിവാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ ഒരു പുറത്ത് ആ ഒരു പീസ് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ബാക്കി ഭാഗത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ഒരുമിച്ച് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട്
ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാ ഈ ഒരു പുറമേ ഉള്ളൊരു അത് നമ്മൾ അതിന് പുറത്തേക്ക് തയ്ക്കരുത്. അത് ഉള്ളിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ഭാഗത്ത് അതിന് താഴത്തെ ഭാഗത്ത് വേണം തയ്ച്ച് കൊടുക്കാൻ കേട്ടോ, ഈ ഒരു തുണി വെച്ചിട്ട്. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഞാൻ ഇപ്പോൾ ബാക്കിലത്തെ പീസ് കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും നമ്മളിപ്പോൾ ആ ഒരു ബോട്ടം പാർട്ട് വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ ബാക്കിലത്തെ പീസിന് 2 ഡാർട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് ഷേപ്പ് അടിച്ചെടുക്കാം. നമ്മൾ നോർമലി ഷേപ്പ് അടിക്കുന്ന പോലെ തന്നെ സ്ലീവ് ഒരുമിച്ച് പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് അടിച്ച് പോവാം. അപ്പോൾ ഞാൻ ഈ സ്ലീവിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ആ ഒരു ബോഡി പാർട്ടിലും സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഈ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യരുത്, ആ ഒരു ബോട്ടം പാർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്യരുത്, അവിടെ വെച്ച് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നിർത്തുക. എന്നിട്ട് ഈ ഒരു ഉള്ളിലത്തെ, അതായത് പുറത്ത് വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, ഇത് രണ്ടും ലൈനിങ്ങും ആ ഒരു ഉള്ളിലത്തെ പീസും രണ്ടും രണ്ടായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ 2 പീസ് കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ല ഫ്ലെയറിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റിച്ച് കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും നമ്മൾ 2 സ്റ്റിച്ച് തന്നെ കൊടുക്കണം കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു ഭാഗത്തെ ഷേപ്പാണ് അടിച്ചെടുത്തത്. അപ്പോൾ ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ ഇതുപോലെ സ്ലീവിൻ്റെ അടുത്തുനിന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ബോഡി പാർട്ടിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ബോഡി പാർട്ട് ഫുൾ സ്റ്റിച്ച് ചെയ്യരുത്, കുറച്ച് ആ ഒരു ബോട്ടം പാർട്ട് ആഡ് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത്, അതായത് ഇവിടെ എത്തിയിട്ട് ഞാൻ ആ ഒരു ചരട് തയ്ച്ച് വെച്ചിരുന്നുണ്ടല്ലോ, അതെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളിലേക്ക് കയറ്റി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ബോട്ടം പാർട്ടൊക്കെ ആവുമ്പോഴേക്കും നമുക്കൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങ് നിർത്താം. കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തെടുത്തു. ഇനി മാറ്റിയിട്ട് നേരത്തെ നമ്മൾ എങ്ങനെയാണോ ചെയ്തത്, അതായത് ലൈനിങ് വേറെ, അതുപോലെ തന്നെ ആ ഒരു പീസ് മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ അത് വേറെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നേരത്തെ നമ്മൾ മറ്റേ ഭാഗത്ത് നമ്മൾ ചെയ്തില്ലേ, അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഈ 2 പീസ് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ ആ 2 പീസും കൂടി ഒരുമിച്ച് വെച്ച് വേറെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇനി അതിനുശേഷം നമുക്ക് താഴത്തെ ഭാഗം ഉണ്ടല്ലോ, താഴത്തെ ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ക്കണം. അതിന് വേണ്ടി ഞാനിപ്പോൾ ലൈനിങ്ങിൻ്റെ തുണിയാണ് കേട്ടോ മടക്കുന്നത്. ആദ്യം ഒന്ന്, നമ്മൾ ഇതൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ള കാര്യമാണ്, ആദ്യം ഒന്ന് ഞാൻ മടക്കിയിട്ട് ആ ഒരു ഫോൾഡിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഫുള്ള് നമുക്കൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അംബ്രല്ല സ്കേർട്ട്, ടോപ്പ് ഇതൊക്കെ തയ്ക്കുമ്പോൾ ഇങ്ങനൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ ആദ്യം ഒന്നും ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഫോൾഡിങ്ങിൻ്റെ പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരറ്റത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് കിട്ടും. അപ്പം ഞാനിത് ഫുള്ള് അങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടി ഒന്ന് മടക്കണം. എന്നിട്ട് ഈ മടക്കിയ ഈ ഒരു അറ്റം ഉണ്ടല്ലോ, ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫുൾ നമുക്കങ്ങനെ ചെയ്തെടുക്കാം. ഇതാ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നല്ല വൃത്തിക്ക് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ റാപ്പ് ഡ്രസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഒരു പർപ്പിൾ കളറിലെ ഇന്നർ വെച്ചിട്ടാണ് ഇത് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ആയാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു കുർത്തി ഇങ്ങനെ ഫ്രോക്കായിട്ടും അതുപോലെ തന്നെ പലാസോ പാൻറ്റ് വെച്ചിട്ടും ഒക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.